ഇക്കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് ഫൈനലിലെ ഇന്ത്യയുടെ ചരിത്ര വിജയത്തിനു ശേഷം ലോകകപ്പ് വിജയത്തിന്റെ വിജയശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസന്റെ അമ്മ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസായി ഇട്ടത് ഒരു ചിത്രവും ഒപ്പം ഒരു സങ്കീർത്തന വചനവുമായിരുന്നു. വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള അതിനിർണായകമായ മത്സരത്തിനു ശേഷം ഗ്രൗണ്ടിൽ മുട്ടിന്മേൽ നിന്ന് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന സഞ്ജു സാംസന്റെ ചിത്രത്തിന്റെ താഴെ സങ്കീർത്തനം 118 22 വാക്യം കൂടി ചേർത്താണ് ആ അമ്മ സ്റ്റാറ്റസായിട്ടത്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി, ദൈവത്തിന് സ്തുതി. ഇതായിരുന്നു ആ വചനം. ലോകത്തിന്റെ നെറുകയിൽ വിജയത്തിന്റെ കൊടുമുടിയേറി അഭിമാനതാരമായി തൻ്റെ മകൻ നിൽക്കുമ്പോൾ ഈയൊരു സങ്കീർത്തന വചനം സ്റ്റാറ്റസായി ഇടുന്ന അമ്മയുടെ മനസ്സിൽ മാത്രമല്ല, സഞ്ജു സാംസനെ സ്നേഹിച്ചിരുന്നവരുടെ ഒക്കെയും മനസ്സിൽ നോവായൊരു ചിത്രത്തിൻ്റെ ഓർമ്മയുണ്ട്. 2026 ജനുവരിയുടെ അവസാന നാളുകളിൽ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ന്യൂസിലൻഡിനെതിരെയുള്ള അവസാന മത്സരത്തിൽ ബാറ്റിങ്ങിൽ പരാജയപ്പെട്ട് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗ പോലും നഷ്ടപ്പെട്ട് അപമാനഭാരം നിറഞ്ഞ മുഖവുമായി സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ തീരെ ചെറുതായിപ്പോയി നിന്ന സഞ്ജുവിൻ്റെ ചിത്രമാണ്. അവിടെ നിന്നാണ് 2020 വേൾഡ് കപ്പിൽ ഇതിഹാസ തുല്യമായ 3 ഇന്നിങ്സുകളിലൂടെ ഭാരതത്തിന് ചരിത്ര വിജയം നൽകിയ നേട്ടവുമായി സഞ്ജു സാംസൺ നിൽക്കുന്നത്. അയാൾ അനുഭവിച്ച തിരസ്കരണങ്ങൾ നിരവധിയാണ്. ഒരു വ്യാഴവട്ടത്തിനടുത്ത് ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പം സഞ്ചരിച്ചു. അയാളുടെ പ്രതിഭയുടെ മാറ്റുരയ്ക്കാനും മാത്രം അവസരങ്ങൾ എന്നിട്ടും അയാൾക്ക് ലഭിച്ചിട്ടില്ല. തൻ്റെ പകുതി പോലും പ്രതിഭയില്ലാത്തവർ ടീമിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി പ്രശംസിക്കപ്പെടുന്നത് അയാൾ നിശബ്ദനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും അയാൾ ശാന്തതയോടെ അഭിമുഖീകരിച്ചു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം ഇവിടെ പ്രസക്തമാവുകയാണ്. ദൈവത്തിന് തന്നെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ പദ്ധതിയുണ്ടെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. ഏത് പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ഉയർത്താൻ കഴിയുന്ന ദൈവത്തിൽ അയാൾ ശരണപ്പെട്ടു. അതിൻ്റെ തെളിവായിരുന്നു വെസ്റ്റ് ഇൻഡീസുമായുള്ള നിർണായകമായ മത്സരത്തിന് ശേഷം ടീമിനെ വിജയതീരത്തെത്തിച്ച ശേഷം അയാൾ ആ സ്റ്റേഡിയത്തിൽ മുട്ടുകുത്തി ജനകോടികളുടെ മുമ്പിൽ കുരിശു വരച്ച് കൈകളുയർത്തി പ്രാർത്ഥിച്ച് സകല മഹത്വവും ദൈവത്തിന് കൊടുത്ത സുന്ദരമായിട്ടുള്ള ദൃശ്യം. തിരസ്കരിക്കപ്പെടുന്നവനെ ദൈവം ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കും എന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കുകയായിരുന്നു സഞ്ജുവിൻ്റെ ജീവിതത്തിലൂടെ. This is the day I was waiting for, and very grateful, very thankful, and I've always had a very special journey with lots of ups and downs, but I've kept on doubting myself, kept on thinking what if, can I make it, but I kept on believing, and thanks to the Lord Almighty for actually blessing me today. So I'm very happy. മനുഷ്യർ തള്ളിക്കളഞ്ഞവരെ, പ്രയോജനരഹിതരായി കരുതിയോ കഴിവില്ലാത്തവരായി കരുതിയോ അവഗണിച്ചവരെ കൈപിടിച്ചുയർത്തുന്നവനായ ഒരു ദൈവത്തെ ചരിത്രത്തിൽ നാം പലയിടങ്ങളിൽ കാണുന്നുണ്ട്. സെമിനാരി പരിശീലന കാലത്ത് ലത്തീൻ ഭാഷ വഴങ്ങാത്തതുകൊണ്ട് മണ്ടനായും വൈദികനാകാൻ യോഗ്യതയില്ലാത്തവനായും അധ്യാപകരും സഹപാഠികളും കരുതിയിരുന്ന ജോൺ മരിയ വിയാനിയാണ് ഇടവക വൈദികരുടെ മധ്യസ്ഥനായി മാറിയ വിശുദ്ധ ജോൺ മരിയ വിയാനിയായി വണങ്ങപ്പെടുന്നത്. കുട്ടിക്കാലത്ത് സംസാരിക്കാൻ വൈകിയതിനും പഠനത്തിൽ പിന്നോക്കമായിരുന്നതിനാലും അധ്യാപകരും സഹപാഠികളും മന്ദബുദ്ധിയായി കരുതിയിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഭൗതികശാസ്ത്രത്തിൻ്റെ തന്നെ മൂലക്കല്ലായി മാറി എന്നുള്ളത് വിസ്മയിപ്പിക്കുന്ന ദൈവനീതിയാണ്. കടുത്ത ദാരിദ്ര്യവും തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും ഒരു തോൽവിയായി കരുതി ലോകം മുദ്രകുത്തിയ ആളായിരുന്നു ആബ്രഹാം ലിങ്കൻ. പക്ഷെ അമേരിക്കയുടെ ചരിത്രത്തെ തന്നെ മാറ്റിയ കരുത്തുറ്റ മൂലക്കല്ലായി ദൈവം അയാളെ മാറ്റുകയാണ്. സ്വന്തം കമ്പനിയുടെ അമരത്തു നിന്ന് പുറത്താക്കപ്പെട്ടയാളായിരുന്നു ആപ്പിളിൻ്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സ്. പക്ഷേ ആ തിരസ്കരണം അയാളെ കൂടുതൽ കരുത്തുള്ളവനാക്കി പുറത്താക്കിയിടത്ത് തന്നെ തിരിച്ചെത്തുകയും ആപ്പിൾ കമ്പനിയെ ലോകത്തിൻ്റെ ഏറ്റവും മുൻനിരയിലുള്ള കമ്പനിയാക്കി മാറ്റാനും അയാൾക്ക് സാധിക്കും. തിരസ്കരണങ്ങളൊന്നും അവസാനമല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്കിതിലൂടെയൊക്കെയും ലഭിക്കേണ്ടത്. മലയാളികളുടെ ഇഷ്ട രാഷ്ട്രീയ നേതാവ് ശശി തരൂർ പ്രസിദ്ധമാക്കിയ ദൈർഘ്യമേറിയ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, ഫ്ലോക്സി നോക്സി നിഹിലി പിലിഫിക്കേഷൻ. മൂല്യമറിയാതെ തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. ഓരോ തിരസ്കരണങ്ങളും നാം മൂല്യമില്ലാത്തവരായതുകൊണ്ടല്ല, നമ്മുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നവർക്കാണ് വിജയത്തിലേക്ക് വീണ്ടും പരിശ്രമിക്കാനുള്ള ഊർജമുണ്ടാവുന്നത്. തിരസ്കരണങ്ങളെ പ്രതിഭ തെളിയിക്കാനുള്ള ആയുധമാക്കി മാറ്റുന്നവരാണ് ചരിത്രം സൃഷ്ടിച്ചത്. മറിച്ച് വൈകാരികമായി പ്രതികരണ കോലാഹലങ്ങൾ നടത്തുന്നവരോ പരാതിപ്പെട്ട് സ്വന്തം വില കളയുന്നവരോ കുറ്റ
കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നവരോ അല്ല. അർഹതയുണ്ടായിട്ടും തിരസ്കരിക്കപ്പെടുമ്പോൾ മനുഷ്യരിലേറെ പേരും ഇങ്ങനെയാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചരിത്രത്തിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യും. തങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ദൈവിക പദ്ധതിയുടെ ഉപകരണങ്ങളാകാനുള്ള അവസരമാണ് ഈ തിരസ്കരണമെന്ന് ക്ഷമയോടും ശാന്തതയോടും കൂടി തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രതികരണങ്ങളുടെ കോലാഹലങ്ങൾ ഓരോ തിരസ്കരങ്ങളുടെ മുമ്പിലും മനുഷ്യർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അവസാനമായി, തിരസ്കരണം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. കൂടുതൽ ശക്തിയും കൂടുതൽ മികവുമുള്ളവരാക്കി നമ്മെ മാറ്റുന്നതിനുള്ള ദൈവിക പദ്ധതിയാണ്. മലയാളത്തിൻ്റെ പ്രിയകവി നാലാപ്പാടൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ: ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തേതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. ആ യാഥാർത്ഥ്യത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ഇന്ന് സഞ്ജു സാംസന്റെ ജീവിതം. പ്രചോദനമാണ്, പാഠമാണത്, മാതൃകയാണ്. അവഗണനയുടെ ആഴങ്ങളിലും ദൈവിക പദ്ധതിയുടെ സൗന്ദര്യം ഞങ്ങളെ പഠിപ്പിച്ചതിന്, ഓർമ്മിപ്പിച്ചതിന് പ്രിയ സഞ്ജു സാംസൺ, നിങ്ങൾക്കൊരായിരം നന്ദി. ഒപ്പം വിജയാശംസകളും. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി താങ്കളുടെ പ്രതിഭയിലും കരങ്ങളിലും ഇനിയും ഏറെക്കാലം ഭദ്രമായി സൂക്ഷിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയും ആശംസകളും.